ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് അയില മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് അയിലക്കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആ കറി നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ രീതി, പല വെറൈറ്റി നമ്മൾ മീൻകറികൾ വെക്കാറുണ്ട്. ഇതൊരു വ്യത്യസ്തമായ രീതിയിലൊരു മീൻകറി കേട്ടോ. അതായത് എനിക്ക് അയില കടയിൽ നിന്ന് തന്നെ നന്നാക്കി തന്നായിരുന്നു. എന്നാലും ഞാനിവിടെ വന്ന് ഒന്നുകൂടെ ക്ലീൻ ചെയ്തു. കുറച്ച് വറുക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നാരങ്ങ നീര്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചേർത്തില്ല. അങ്ങനെയും വറക്കാം. ഇതിപ്പോൾ ഒതറ്റിക് ടേസ്റ്റ് കളയണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. കറി വെക്കാം. അപ്പോൾ നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കേട്ടോ. ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. ഇവിടെ നമ്മൾ പിന്നെ മീനിന് കടുക് പൊട്ടിക്കാറില്ല, ഉലുവയാണ് ഇടാറ് കേട്ടോ. ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഒരു 2 വറ്റൽ മുളക്. ഒരു ഭംഗിക്കാട്ടോ. ഇച്ചിരി ആർഭാടായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. മുളക് ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 വെളുത്തുള്ളി, ചെറിയുള്ളി, കരിയാപ്പില, പച്ചമുളക്, ഇത് മൂന്നും ചതച്ച് വെച്ചു കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, ചെറിയൊരു കഷ്ണം സവാളയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ചാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ ചട്ടി എടുത്ത് കൈ കൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് ആരും ചെയ്യരുത്. കാരണം നല്ല ചൂടുണ്ട്. നമ്മൾ പിന്നെ തീയിൽ കുത്തതായതുകൊണ്ടേ വെയിലത്ത് പാടില്ല. അപ്പോൾ നമ്മൾ ഉലുവ പൊട്ടി വരട്ടെ. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടിയൊക്കെ ചെറിയ അടിയിലിങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. എൻ്റെ സൗണ്ട് എന്താണെന്ന് ഇങ്ങനെയെന്ന് വിചാരിക്കണ്ട. പനി വന്നിട്ടാണ് കേട്ടോ. തന്നെ വന്നതല്ലേ, തന്നെ മാറിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇപ്പം നമ്മൾ ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഗ്യാസ് തീരാറായോ എന്നറിയത്തില്ല. കാരണം ഏത് നിമിഷവും തീരാറായ ഗ്യാസാണ്. തീർന്നാൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത സിലിണ്ടർ നിറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയുക. അപ്പോൾ നമ്മുടെ ഉലുവ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, ഇതിത്രയും നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴണ്ട് കിട്ടൂലോ. ഇന്ദുപ്പാണ് അല്ല, ഇന്ദുപ്പാണോ പറയത്തില്ല. പിങ്ക് സോൾട്ട്. ചേട്ടായി ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇന്ന് സത്യം പറഞ്ഞ ജോലി കഴിഞ്ഞ് വന്ന് ചായ വെച്ച് കുടിച്ച് തുണി ഇളക്കി കഴിഞ്ഞു. പിന്നെ മീൻ വെട്ടിക്കിട്ടുകൊണ്ട് കറി വെക്കാൻ എളുപ്പം. ചോറ് തിളപ്പിച്ച് വെച്ചേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് പോക്കണം. മീൻ കറി, മീൻ വറുക്കലും കൂടി ആയാലും നമുക്ക് ചോറിനുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കളറിന് വേണ്ടി ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. അല്പം മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ. നല്ല എരിയുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ തക്കാളി, വലിയുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ച ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എണ്ണ വെളിയത്തേക്കോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് തീർന്നായിരുന്നു. ഞാൻ പോയി സിലിണ്ടർ മാറ്റി കണക്ട് ചെയ്തു. പുറത്താണ് ഇരിക്കുന്നത്. നല്ലൊരു ഐഡിയ കേട്ടോ പുറത്തിങ്ങനെ ഗ്യാസ് വയ്ക്കുന്നത്.
കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേടിക്കണ്ടല്ലോ. ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. മൈക്കില്ലാത്തതുകൊണ്ട് സൗണ്ട് കുറവായിരിക്കും അല്ലേ? ആക്ച്വലി ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞാൽ തന്നെ നല്ല സൗണ്ടാണ്. അത് വേറൊരു വിഷയം. അതൊന്നും മറ്റാർക്കും അറിയത്തില്ലല്ലോ. ഇത് എണ്ണ തെളിയട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് രണ്ട് കരിയാപ്പില, ഇത് പുളിവെള്ളം, ഇത് വാളംപുളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സംഭവം സീക്രട്ട്, കുടംപുളി, 2 കുടംപുളി കൂടെ. അതുകൂടെ അവിടെ കിടന്ന് തിളക്കട്ടെ. കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം. ഇത്രയും വേണം. പിന്നെ എൻ്റെ ഫ്രണ്ട് വിദ്യ ഇന്ന് എന്നോട് എന്താണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ കൂന്തൽ വാങ്ങിക്കാനായിട്ട് പോയിടി, പക്ഷെ കിട്ടിയില്ല കേട്ടോ. ഇനി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് വഴറ്റുമ്പോൾ ഇട്ടായിരുന്നു. എൻ്റെ അച്ഛമ്മ പറയും അയലത്തല അളിയനും കൊടുക്കരുതെന്ന്. സത്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ചാറ് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തടുപ്പിലേ എന്ത് ചെയ്യാം, മീനൊന്ന് വറുത്തെടുക്കാം. കാരണം ഇനി സമയമില്ല, 8 മണിയാവാറായില്ലേ. കഴിക്കാനുള്ളൊരു തന്ത്രപ്പാട്. ഒരു കാര്യം ചെയ്യാം, 2 കരിയാപ്പില വെച്ച് കൊടുത്ത് വറക്കാനുള്ള മീൻ വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് മീനിടാം കേട്ടോ. ഇതിലേക്ക് തലഭാഗങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് എടുത്തത്. എല്ലാ തലയും മീനിലേക്ക് എടുത്തു കേട്ടോ. ചാറിലേക്ക് മീനിലേക്ക് എടുത്തത്. മീൻ കറിയിലേക്ക് തലഭാഗങ്ങളാണ് എടുത്തത്. പിന്നെ ഇതിവിടെ കിടന്ന് കുറുകട്ടെ കേട്ടോ. മൂടി വെച്ച് വേവിക്കാം നമുക്ക്. മീനും അപ്പുറത്തേക്കുള്ള വറുക്കാനുള്ള മീനും എന്തോട്ടെ വറുത്ത് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറിയും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരല്പം, ഒരു മേമ്പൊടിക്ക് ഒരു വഴിക്ക് പോവല്ലേ, കിടക്കട്ടെ. പിന്നെ ചന്തത്തിനൊരു കരിയാപ്പില. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മീൻകറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയുക. വോയിസ് ചിലപ്പോൾ കേൾക്കുന്ന കുറവായിരിക്കും, മൈക്കില്ലാത്തതുകൊണ്ടാണ്. മൈക്ക് ഉടനെ മേടിക്കുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഞാനിത് ഗുലാബിന്ന് ഒരു ചുരിദാർ ഓർഡർ ചെയ്താട്ടോ. റണ്ണിങ് മെറ്റീരിയലാണ്, സ്റ്റിച്ച് ചെയ്യണം. പാകിസ്ഥാനി മോഡൽ. മോൾക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളാണിത് ഓപ്പൺ ചെയ്തത്. അമ്മ ഇത് എപ്പോൾ ഓർഡർ ചെയ്തു എന്ന് വെച്ചിട്ട് എന്നോട് തല്ലുകൂടുമായിരുന്നു. അവൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഷോളാണ് ഭയങ്കര ഹൈലൈറ്റ്. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടായിരുന്നു, ഓഫ് വൈറ്റും ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ബ്ലാക്ക് എടുത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒത്തിരി ബ്ലാക്ക് ചുരിദാറുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്ലാക്ക് എടുക്കാത്തത്. പിന്നെ ഞാൻ വിചാരിച്ചൊരു പ്ലെയിൻ ബ്ലാക്ക് ടോപ്പും പാൻറ്റും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷോള് വെച്ച് യൂസ് ചെയ്യാമല്ലോ എന്ന് ഓർത്തു. ഈ ഷോൾ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ എല്ലാവരും ഷോപ്പ് ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് താങ്ക് യു ഗുലാബി ഒരിക്കൽ കൂടി. അവരോട് ഞാൻ വാട്സപ്പ് വഴി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്.
പൊന്നൂന് ഇത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.